ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. നമുക്കിന്ന് കേറ്ററ്റ് പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ഫിസിക്സ് ഭാഗത്തു നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 2020 ചോദിച്ചിട്ടുള്ള കേറ്ററ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗുരുവിൻ്റെ ചാനലിൽ തന്നെ നേരത്തെ ഓൾറെഡി പല വീഡിയോസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസും കൂടി എന്ത് ചെയ്യാം, കാണുക കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നതിന് കാരണം ഡാഷ് എന്ന പ്രതിഭാസമാണ്. ഓക്കെ, നമുക്കറിയില്ലേ, ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. ഓക്കെ, വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു പെൻസിൽ ഇട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. സംശയമുള്ളവർക്കൊന്ന് ഇട്ട് നോക്കാവുന്നതാണ്. ആ വെള്ളത്തിൻ്റെ താഴേക്ക് കാണുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഒടിഞ്ഞതുപോലെയോ വളഞ്ഞതുപോലെയോ ഒക്കെ തോന്നും. അപ്പം ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ എന്താ നിങ്ങൾ ആൻസർ പറയുക? ഓപ്ഷൻസ് നോക്കൂ: പ്രതിപതനം, പ്രകീർണനം, വിസരണം, അപവർത്തനം. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരം അപവർത്തനമാണ്. അപവർത്തനം. അപവർത്തനം എന്ന ആ ഒരു സംഗതിയുടെ ഇംഗ്ലീഷ് പേരെന്താ? റിഫ്രാക്ഷൻ അല്ലേ? അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ. അപ്പൊ എന്താണ് ഈ അപവർത്തനം? നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, സാധാരണയായിട്ട് പ്രകാശം എങ്ങനെ സഞ്ചരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്? പ്രകാശം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ പ്രകാശം എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു, ശരിയല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം, ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു പെൻസിലിട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിന് മുകളിൽ എന്താ ഉള്ളത്? വായുവാണുള്ളത്. ഇവിടെ താഴെയാണെങ്കിൽ ജലമാണുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് മാധ്യമങ്ങൾ വന്നില്ലേ? രണ്ട് മാധ്യമങ്ങൾ, ഒരു മാധ്യമം വായുവാണ്, മറ്റൊരു മാധ്യമം ജലമാണ്. ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പാത ചെറുതായിട്ടൊന്ന് വളയുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപ്പൊ എന്താണ് അപവർത്തനം? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്ന സമയത്ത് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന്റെ പാത ജസ്റ്റ് ഒന്ന് വളയുന്നു. ഈ ഒരു ഫിനോമിനൻ പറയുന്ന പേരാണെന്ത്? അപവർത്തനം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രകാശം ഇങ്ങനെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ആ പെൻസിൽ ഒടിഞ്ഞതുപോലെ തോന്നിയത്. യഥാർത്ഥത്തിൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് തോന്നിയതാണ്. ഓക്കെ, ഇതേപോലെ പല തോന്നലുകളും ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾക്ക് ഇവിടെ ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാത്രത്തിൽ കുറേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു കോയിൻ ഇട്ട് വെച്ചെന്ന് വിചാരിക്കുക, ഒരു നാണയം നമ്മൾ ഇട്ടു. നമ്മൾ ഈ പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞ് ആ കോയിൻ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ പാത്രത്തിനുള്ളിലേക്ക് കൈ ഇട്ടിട്ട് ആ കോയിൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ എവിടെയാണോ ആ കോയിൻ കണ്ടത് ആ സ്ഥലത്ത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോയിൻ കിട്ടില്ല. ഓക്കെ, കോയിൻ ഒരു ഇച്ചിരി ഉയർന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, കോയിൻ ഒരു അല്പം ഉയർന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ തോന്നലിന്റെ കാരണം ചോദിച്ചാലും എന്താണ്? അപവർത്തനമാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങളില്ലേ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ മിന്നിത്തിളങ്ങുന്നുണ്ടോ? നമ്മൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പാട്ടൊക്കെ പാടും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിന്നുന്നില്ല. ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഈ തോന്നലിന്റെ കാരണം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്താണ്? അപവർത്തനമാണ്. അപവർത്തനം. അവിടെ എങ്ങനെയാ അപവർത്തനം നടക്കുന്നേ? നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര അകലെ ഇരിക്കുന്ന ആളല്ലേ, വളരെ ദൂരത്തിരിക്കുന്ന ആളാണ് അല്ലേ? അപ്പൊ ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിലെ പല പല പാളികളിലൂടെ കടന്നാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഓരോ പാളിയിലൂടെ കടക്കുന്ന സമയത്തും നമ്മുടെ ഈ ഒരു പ്രകാശത്തിന് തുടർച്ചയായിട്ട് ദിശാവ്യതിയാനം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മുടെ പ്രകാശം ഇങ്ങനെ വളഞ്ഞു പോവുകയാണ്. അങ്ങനെ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നക്ഷത്രം മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കാം. അപ്പൊ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു കുളം അല്ലെങ്കിൽ ഒരു ജലാശയം അത്ര ആഴം ഇല്ലാത്ത പോലെ തോന്നും.
പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ആഴം ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതും എന്താണ്? അപവർത്തനമാണ്. അപ്പൊ ജലാശയം ആഴം കുറവായി തോന്നാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അപവർത്തനമാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മിക്കവാറും തോന്നലുകൾക്കെല്ലാം കാരണം എന്തായിരിക്കും? അപവർത്തനമായിരിക്കും. തോന്നലുകൾക്കെല്ലാം കാരണം എന്തായിരിക്കും? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആയിരിക്കും. ക്ലിയർ? ശരി, അപ്പൊ ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞു പോകാം. പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിപതനം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ്. പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്താണ് റിഫ്ലക്ഷൻ? ഇപ്പോ പ്രകാശം ഒരു കണ്ണാടിയിൽ പോയി വീണു എന്ന് വിചാരിക്കുക. ഒരു ദർപ്പണം, ഒരു കണ്ണാടിയിൽ പ്രകാശം പോയി വീണു കഴിഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് ആ പ്രകാശം തിരിച്ചു പോകും. ശരിയല്ലേ? തട്ടിയിട്ട് പ്രകാശം എന്ത് ചെയ്യും? പ്രകാശം തിരിച്ചു പോകും. ഇങ്ങനെ പ്രകാശം ഒരു പ്രതലത്തിൽ വന്ന് തട്ടി തിരിച്ചു പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകുന്ന സ്റ്റീലിന്റെ പാത്രം ഉണ്ടാവുമല്ലോ, ആ പാത്രത്തിന്റെ പുറകെ നമ്മൾ തിരിച്ചിട്ട് നമ്മുടെ മുഖം നമ്മൾ കാണാറില്ലേ? കാണാറുണ്ടല്ലേ? അപ്പോൾ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ മിനുസമായിട്ടുള്ള പ്രതലങ്ങളിൽ, നമ്മുടെ സ്റ്റീൽ പാത്രം, കണ്ണാടി പോലത്തെ പ്രതലങ്ങളിൽ പ്രകാശം പോയി തട്ടുന്ന സമയത്ത് അത് തട്ടിയിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ. ഇവിടെ റിഫ്ലക്ഷൻ 2 തരത്തിലുണ്ട്. പ്രതിപതനം 2 തരത്തിലുണ്ട്. ക്രമപ്രതിപതനം, ക്രമപ്രതിപതനം. ഇംഗ്ലീഷിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. മറ്റൊന്ന് വിസരിത പ്രതിപതനം. വിസരിത പ്രതിപതനം. ഓക്കെ, വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ എന്നോ നമുക്ക് സ്കാറ്റേർഡ് എന്നോ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഡിഫ്യൂസ് എന്ന് പറയാം. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. വിസരിത പ്രതിപതനം ഇതെന്താ സംഭവം? ഇതിന്റെ വ്യത്യാസം എന്താ? ഇപ്പോൾ കണ്ണാടി പോലത്തെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള മിനുസമായിട്ടുള്ള ഒരു പ്രതലത്തിൽ പ്രകാശം വന്ന് വീണു എന്ന് വിചാരിക്കുക. ദാ ഇങ്ങനെ ഒരു പ്രകാശത്തിന്റെ രശ്മി വന്ന് വീണു, ദാ ഇതിങ്ങനെ തിരിച്ചുപോയി. അടുത്തൊരു പ്രകാശത്തിന്റെ രശ്മി വന്നു, ദാ ഇതിങ്ങനെ തിരിച്ചുപോയി. അടുത്തൊരു പ്രകാശരശ്മി വന്നു, ദാ തിരിച്ചുപോയി. നല്ല ക്രമമായിട്ട് കൃത്യമായിട്ട് ഈ പ്രകാശം വന്ന് തട്ടുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയല്ലേ നടക്കുന്നേ? ആണല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം വന്ന് വീഴുകയും ക്രമമായിട്ട് അതിങ്ങനെ പ്രതിപദിച്ച് നല്ല കറക്റ്റായിട്ട് ഓർഡറായിട്ട് അത് പ്രതിപദിച്ച് പോവുകയും ചെയ്താൽ അങ്ങനെയുള്ള പ്രതിപതനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. ഇങ്ങനെ ക്രമപ്രതിപതനം നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ ക്രമപ്രതിപതനത്തിൽ മാത്രമാണ് പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? ശരി, ഇനി എന്താ വിസരിത പ്രതിപതനം നോക്കാം നമുക്ക്. നോക്കിക്കോണേ, ഇപ്പോൾ നല്ല സ്മൂത്ത് അല്ലാതെ ഇങ്ങനെ ക്രമരഹിതമായിട്ട് അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ളൊരു പ്രതലം, ഇപ്പൊ നമ്മുടെ തറ, നമ്മുടെ വീട്ടിലെ ഫ്ലോറില്ലേ, തറ ആയിക്കോട്ടെ, കാർഡ്ബോർഡ് ആയിക്കോട്ടെ, തുണി ആയിക്കോട്ടെ, നമ്മുടെ കണ്ണാടി പോലെ അത്രയും മിനുസമായിട്ടുള്ള പ്രതലം അല്ലല്ലോ അത്. അപ്പോൾ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ അല്ലെങ്കിൽ പരുക്കനായ പ്രതലങ്ങളിൽ പ്രകാശം വന്ന് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രകാശം വന്ന് വീഴുന്ന സമയത്ത് ഓരോ പ്രകാശരശ്മിയും അതിന് തോന്നിയ പോലെ റിഫ്ലക്ട് ചെയ്തു പോകും. ചിലത് അങ്ങോട്ട് പോകും, ചിലത് ഇങ്ങോട്ട് പോകും. അതിന് തോന്നിയതുപോലെ ഒരു ഓർഡർ ഇല്ലാതെ ക്രമരഹിതമായിട്ട് എന്ത് ചെയ്യും? അവര് റിഫ്ലക്ട് ചെയ്തു പോകും. ഇങ്ങനെ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ അല്ലെങ്കിൽ പരുക്കനായ പ്രതലങ്ങളിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ അവ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷനിൽ പ്രതിബിംബം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, പ്രതിബിംബം ഉണ്ടാകുന്നില്ല. ഇമേജ് ഉണ്ടാകുന്നില്ല, പ്രതിബിംബം ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ശരി, നമുക്കിപ്പോൾ കാർഡ്ബോർഡിലോ തുണിയിലോ ഒക്കെ നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല അല്ലേ? അപ്പൊ അവിടെ നടക്കുന്ന പ്രതിപതനം ഏതാണെന്ന് ചോദിച്ചാൽ വിസരിത പ്രതിപതനമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഓരോ വസ്തുക്കളെയും കാണാൻ നമ്മളെ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? പ്രതിപതനമാണ്. റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രകീർണനം. പ്രകീർണനത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഡിസ്പെർഷൻ എന്നാണ്. ഡിസ്പെർഷൻ, പ്രകീർണനം, ഡിസ്പെർഷൻ. ഓക്കെ, നമ്മുടെ സൂര്യപ്രകാശമില്ലേ, നമ്മുടെ ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം,
ഈ പ്രകാശത്തിൽ എത്ര നിറങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര നിറങ്ങളാണുള്ളത്? 7 നിറങ്ങളാണുള്ളത്. 7 കളറുകളാണുള്ളത്. ഏതൊക്കെയാണ് 7 കളേഴ്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലെ. വിബ്ജിയോർ എന്ന് പറഞ്ഞ് പഠിക്കില്ലേ നിങ്ങൾ? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. ഇങ്ങനെ വിബ്ജിയോ എന്ന് പറയുന്ന ഈ 7 നിറങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം. ഓക്കെ, നമ്മൾ ഒരു പ്രിസം എടുക്കുന്നു കേട്ടോ. ഒരു പ്രിസം ദാ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു പ്രിസം നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു വശത്ത് നിന്ന് നമ്മൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ്, വെളുത്ത പ്രകാശം നമ്മളിങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ആകും. അതായത് 7 നിറങ്ങളായിട്ട് വേർതിരിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. ഇതിനകത്ത് വിബ്ജിയോർ എന്ന് പറയുന്ന ഈ 7 കളേഴ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സൂര്യപ്രകാശം 7 കളേഴ്സ് ആയിട്ട് മാറുന്ന ഈ ഒരു പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ. സൂര്യപ്രകാശം മാത്രമല്ല, നമുക്ക് സൂര്യപ്രകാശം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അടങ്ങിയ ഏതൊരു പ്രകാശവും അതിന്റെ ഘടകങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനമാണ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് 7 കളർ അടങ്ങിയിട്ടില്ലേ? ഇതിപ്പോ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അടങ്ങിയ പ്രകാശമാണല്ലോ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അടങ്ങിയ പ്രകാശത്തെ നമ്മൾ വിളിക്കുന്ന പേര് സമന്വിത പ്രകാശം എന്നാണ്. സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയും. സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ്. സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഈ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം അതിന്റെ ഘടകങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ. ഓക്കെ, മഴവിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൂര്യപ്രകാശം 7 ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? മഴവിൽ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ മഴവിൽ ഉണ്ടാകുമ്പോൾ അവിടെ പ്രകീർണനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ഇനി പ്രകീർണനം കൊണ്ട് മാത്രമാണോ മഴവിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ മഴവില്ലൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, സൂര്യപ്രകാശം അവിടെ 7 കളറായിട്ട് മാറുന്നുണ്ട്. അപ്പൊ മഴവില്ലെന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് പ്രകീർണനവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രകീർണനം കൊണ്ട് മാത്രമാണ് മഴവിൽ ഉണ്ടാവുന്നതെന്ന് പഠിക്കരുത്. വേറെയും കുറെ ഫിനോമിനൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? പ്രകീർണനം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പെർഷൻ എന്താന്നുള്ളത് മനസ്സിലായി. അടുത്ത വിസരണം. വിസരണത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് സ്കാറ്ററിംഗ് എന്നാണ്. സ്കാറ്ററിംഗ് എന്താണ്? വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് നമുക്ക് നോക്കിയാലോ. അതായത് ഇപ്പോ പ്രകാശം എപ്പോഴും നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ സൂര്യന്റെ പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്. ഇങ്ങനെ നേർരേഖയിലാണ് സൂര്യന്റെ പ്രകാശം ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്നത്. നേർരേഖയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ വരുന്നു. നമ്മുടെ ഭൂമിക്ക് അന്തരീക്ഷമുണ്ടല്ലോ. ഭൂമിക്ക് എന്തുണ്ട്? അന്തരീക്ഷമുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിക്ക് പുറത്തായിട്ട് അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റും. ഈ അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങളും മറ്റ് പാർട്ടിക്കിൾസും ധാരാളം കണികകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലും മറ്റ് കണികകളിലും ഒക്കെ തട്ടി ഈ സൂര്യപ്രകാശം പല ഡയറക്ഷനിലേക്ക്, പല ദിശകളിലേക്ക് ഇങ്ങനെ തട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി ഇങ്ങനെ പോകുന്നു. പല ദിശയിൽ പോയി തട്ടിയിട്ട് എന്ത് ചെയ്യും? തോന്നിയ ദിശയിൽ ഇങ്ങനെ തട്ടിത്തെറിച്ച് അതിങ്ങനെ ചിന്നിച്ചിതറി എന്ത് ചെയ്യും? ഈ സൂര്യപ്രകാശം ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നേരെ വന്ന പ്രകാശം പല ദിശകളിലേക്കും പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പലതരം കണികകളിൽ വന്ന് തട്ടിയിട്ട് തെറിച്ച് പല ദിശകളിലേക്ക് നമ്മുടെ ആ ഒരു സൂര്യപ്രകാശം പോകുന്നതാണ്. മനസ്സിലായോ? പല ദിശകളിലേക്ക് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു? പോകുന്നു. ഓക്കെ, ഇങ്ങനെ പല ദിശകളിലേക്ക് ആ സൂര്യപ്രകാശം പോകുന്നത് കൊണ്ടാണ് നമുക്ക് പകൽ സമയത്ത് വീടിനുള്ളിൽ പ്രകാശം കിട്ടുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഇപ്പൊ സൂര്യപ്രകാശം ഒരേ ദിശയിൽ മാത്രം വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രമല്ലേ പ്രകാശം കിട്ടുള്ളൂ. ഇതിങ്ങനെ തട്ടി പല ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ മുക്കിലും മൂലയിലും എന്ത് കിട്ടുന്നത്? പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്നത്. ഓക്കെ, പകൽ സമയത്ത് വീടിനുള്ളിൽ പ്രകാശം ലഭിക്കാൻ കാരണമായ പ്രതിഭാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിസരണമാണ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? നമ്മുടെ ആകാശത്തിന്റെ നീലനിറത്തിന്റെ കാരണം, കടലിന്റെ നീലനിറത്തിന്റെ കാരണം എന്നൊക്കെ ചോദിച്ചാലും ഒക്കെ വിസരണമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ടേംസ് മാത്രമാണ് എന്ത് ചെയ്തത്? ഇപ്പോൾ പരിചയപ്പെട്ടത്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, യന്ത്രങ്ങളെ സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന ഏത്? യന്ത്രങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന.
ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഉത്തോലകം എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലിവേഴ്സ്, സിമ്പിൾ മെഷീൻസും ലിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കൂ, നമുക്ക് ആദ്യം എന്താണ് ഉത്തോലകം ജസ്റ്റ് ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതാവും നന്നാവുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഉത്തോലകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് ലഘുയന്ത്രം അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ എന്ന് പറയാം. ലഘുയന്ത്രം അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ എന്ന് പറയാം. അതിൽ പെടുന്ന ആൾക്കാരാണ് ഈ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പെടുന്ന ആൾക്കാരാണ് ഉത്തോലകങ്ങൾ. ഓക്കെ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും, ആ ഫിക്സഡ് പോയിന്റിനെ ആധാരമാക്കിയിട്ട് ചലിക്കുകയാണ്, മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വസ്തുവിനെ മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നത്, ശരിയല്ലേ? അവിടെ നമ്മൾ കത്രിക ഉപയോഗിച്ചത് നമ്മുടെ ജോലിയെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ? നമ്മുടെ ജോലിയെ കുറച്ചുകൂടി ഈസി ആക്കാനാണ് നമ്മൾ അവിടെ എന്തുപയോഗിച്ചത്? കത്രിക ഉപയോഗിച്ചത്. ഓക്കെ, ശരി. അപ്പൊ ഈ കത്രികയെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു ഉത്തോലകമായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ലിവർ ആയിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാം. ഓക്കെ, ഇവിടെ ഈ കത്രിക എടുത്തു നോക്കൂ. ഈ കത്രികയിൽ 3 ഭാഗങ്ങൾ, കത്രികയിൽ മാത്രമല്ല ഏതൊരു ഉത്തോലകത്തിലും 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഒരു കത്രിക ഇങ്ങനെ ആലോചിക്കുക. ഞാൻ ഈ വരച്ച പോലെ ഒരു കത്രിക നിങ്ങൾ ആലോചിക്കാം. ഈ കത്രികയിൽ ഈ നടുവിലുള്ള ഈ ഒരു ഭാഗമില്ലേ, നടുവിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കില്ലേ? ആ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ ഈ കത്രിക ചലിക്കുക, അല്ലെ? ചലിക്കുന്നേ. ഇങ്ങനെ ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിനെ, ഉത്തോലകം ഏത് പോയിന്റിനെ ആധാരമാക്കിയിട്ടാണോ ചലിക്കുന്നത്, ആ ആധാരമാകുന്ന ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധാരം. ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ധാരം. ധാരം ഇംഗ്ലീഷിൽ ഫൽക്രം എന്ന് പറയും. ഫൽക്രം, ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയും. അപ്പോൾ ഒരു ഉത്തോലകം ഏത് പോയിന്റിനെ ആധാരമാക്കിയിട്ടാണോ ചലിക്കുന്നത്, ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ധാരം അല്ലെങ്കിൽ ഫൽക്രം. ഓക്കെ, നമ്മൾ ഈ ഒരു കത്രികയിൽ എവിടെയാണ് ബലം കൊടുക്കുന്നത്? നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന എവിടെ? ബലം കൊടുക്കുന്ന എവിടെ? ഈ വശത്തല്ലേ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എവിടെയാണോ ബലം കൊടുക്കുന്നത് ആ ഒരു അതിന് നമ്മൾ പറയുന്ന പേരാണ് യത്നം. യത്നം അല്ലെങ്കിൽ എഫേർട്ട്. യത്നം അല്ലെങ്കിൽ എഫേർട്ട്. നമ്മൾ പ്രയോഗിക്കുന്ന ബലം, അതാണ് യത്നം അല്ലെങ്കിൽ എഫേർട്ട്. ഇനി നമ്മൾ എന്തിനെയാണോ മുറിക്കേണ്ടത് ആ വസ്തുവിനെ നമ്മൾ വെക്കുന്നത് ഈ ഭാഗത്തായിരിക്കില്ലേ? ഇവിടെയല്ലേ നമ്മൾ ആ വസ്തുവിനെ വെക്കുന്നേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബലം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യത്നം ഉപയോഗിച്ച് നമുക്ക് എന്തിനെയാണോ നമുക്ക് നേരിടേണ്ടത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോധം. രോധം. ഓക്കെ, രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഇതിനെ ലോഡ് എന്ന് വിളിക്കാറുണ്ട്. രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു ഏതാണോ ആ ബിന്ദുവിനെയാണ് നമ്മൾ ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് വിളിക്കുക. നമ്മൾ എവിടെയാണോ ബലം കൊടുക്കുന്നത് അതിനെ നമ്മൾ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് വിളിക്കും. ആ യത്നം ഉപയോഗിച്ച് നമ്മൾ എന്തിനെയാണോ നേരിടാൻ പോകുന്നത് അതിനെ നമ്മൾ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇതാണ് ഒരു ഉത്തോലകത്തിന്റെ 3 ഭാഗങ്ങൾ. ഓക്കെ, ഇനി നിങ്ങളിവിടെ DRY എന്ന് പഠിച്ചു വെക്കാം. ഇംഗ്ലീഷിൽ പഠിക്കുന്ന ആൾക്കാർ FRE, ഫ്രീ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഉത്തോലകങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഇങ്ങനെ 3 ടൈപ്പ് ഉത്തോലകങ്ങളുണ്ട്. ഓക്കെ, ശരി. ഇവിടെ നോക്കൂ, ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഡി അല്ലേ ആദ്യം കിടക്കുന്നത്, അല്ലേ? ധാരം, D ഫോർ ധാരം. ഇവിടെയാണെങ്കിൽ F എന്ന് പറഞ്ഞാൽ ഫൽക്രം. രണ്ടും ഒരാൾ തന്നെയല്ലേ, ഏത് കോഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം അല്ലെങ്കിൽ ഫൽക്രം നടുവിൽ വരും. ബാക്കി 2 എണ്ണം ഈ 2 വശത്തായിട്ട് വരും. ഒരു ഉത്തോലകം എന്ന് പറയുമ്പോൾ 3 ഭാഗം ഉണ്ടാവില്ലേ? നടുവിൽ ധാരം വരികയാണെങ്കിൽ, ഒരു ഉത്തോലകം എടുക്കുമ്പോൾ അതിന്റെ നടുവിൽ ധാരമാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒന്നാം വർഗ ഉത്തോലകം എന്നാണ് പറയുക. ഒന്നാം വർഗ ഉത്തോലകം എന്നാണ് പറയുക. മനസ്സിലായോ?
ഇവിടെ ഈ കത്രികയുടെ കേസ് നോക്കൂ, ഇവിടെ ധാരം നടുവിലല്ലേ വന്നത്, യത്നത്തിനും രോധത്തിനും ഇടയ്ക്കല്ലേ ധാരം വന്നത്, ആണ് അല്ലെ. അപ്പോ ഈ കേസിൽ ഈ കത്രിക എത്രാം വർഗ ഉത്തോലകമായിരിക്കും, 1-ാം വർഗ ഉത്തോലകമായിരിക്കും. ഇനി അടുത്ത് രണ്ടാമത് കിടക്കുന്ന എന്താണ്, 6 അല്ലേ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം 6 അല്ലെ. ഇവിടെയാണെങ്കിൽ അത് തന്നെ റെസിസ്റ്റൻസ്. അപ്പൊ രോധമാണ് നടുവിൽ വരുന്നതെങ്കിൽ, ബാക്കി രണ്ടുപേര് രണ്ട് വശത്ത്, രോധമാണ് നടുവിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് നടുവിൽ വരുന്നതെങ്കിൽ അത് 2-ാം വർഗ ഉത്തോലകം ആണ്. ഇപ്പൊ പാക്ക് വെട്ടി അല്ലെങ്കിൽ നാരങ്ങ ഞെക്കീനെ ഒക്കെ ആലോചിച്ച് നോക്കൂ. ഈ നാരങ്ങ ഞെക്കീനെ ഒന്ന് മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചേ. നമ്മൾ നാരങ്ങ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ പിടിച്ച് ഇങ്ങനെ താഴ്ത്തുമ്പോഴാണ് അത് നാരങ്ങ നമുക്ക് പിഴിയാൻ പറ്റുന്നത് അല്ലെ, നാരങ്ങ ഞെക്കി അതിന്റെ നീരെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ നാരങ്ങേനെ നമ്മൾ വെക്കുന്നത് നടുവിലല്ലേ, ഇവിടെയല്ലേ നമ്മൾ നാരങ്ങേനെ വെക്കുക. അപ്പൊ ഇതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം. ഇവിടുത്തെ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇതായിരിക്കും, ഈ ഏറ്റവും പുറത്ത് കാണുന്ന ഇതായിരിക്കും, അവിടെ ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറഞ്ഞ ഏറ്റവും മേളിലും നടുവിലും നമ്മൾ എന്തിനെയാണോ നേരിടേണ്ടത്, നാരങ്ങേനെയാണ് നമ്മൾ ഇവിടെ നേരിടുന്നത്, അതിനെ നമ്മൾ വെക്കുന്ന നടുക്ക് അല്ലെ, റെസിസ്റ്റൻസ് രോധം നടുക്കാണ് വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ യത്നം കൊടുക്കുന്നത് അല്ലെങ്കിൽ എഫേർട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ എന്താണ്, നടുവിൽ രോധം വന്നു. അപ്പൊ ഇത് എത്രാം വർഗ ഉത്തോലകം, നാരങ്ങ ഞെക്കി, 2-ാം വർഗ ഉത്തോലകമാണ് നാരങ്ങ ഞെക്കി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. 3-ാം വർഗ ഉത്തോലകം. 3-ാം വർഗ ഉത്തോലകം എന്തായിരിക്കും നടുവിൽ വരിക, വൈ അല്ലെ, അല്ലെങ്കിൽ ഇ, യത്നം, യത്നം അല്ലെങ്കിൽ എഫർട്ട്. യത്നം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ വരിക, യത്നം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ, അതാണ് വൈ എന്ന് എഴുതിയത് കേട്ടോ. യത്നം അല്ലെങ്കിൽ എഫേർട്ട് ആണ് നടുവിൽ വരിക. ബാക്കി രണ്ട് വശത്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ 3-ാം വർഗ ഉത്തോലകം എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഐസ് ടോങ്സ് എടുക്കാം. ഐസ് ടോങ്സ് എന്താണ്, ഐസ് ടോങ്സ് ഈ ഐസ് ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്ന നീണ്ട ഒരു സാധനം വരും, അത് ഇങ്ങനെ ഇരിക്കും. ഐസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ച് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഐസ് എടുക്കില്ലേ, ഈ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഐസ് എടുത്ത് അതിനകത്തോട്ട് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിനിമയിലൊക്കെ നിങ്ങൾ അല്ലാണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ, ആ ഒരു സാധനമാണ് ഐസ് ടോങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഐസ് ടോങ്സിൽ ഇവിടെയാണ് ഫിക്സഡ് പോയിന്റ്, ഇതാണ് ധാരം എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ്. നമ്മൾ നടുവിലല്ലേ അതിന്റെ പിടിക്കുക, ആ ഇരിക്കുന്ന സാധനത്തിന്റെ നടുവിലല്ലേ നമ്മൾ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയാണ്, യത്നം നടുവിലാണ്. ഓക്കെ, യത്നം നടുവിലാണ്. ഇവിടെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആ ഒരു രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഏറ്റവും താഴെയാണ്. അപ്പൊ നടുവിൽ ആര് വന്നു, നടുവിൽ എഫേർട്ട് അല്ലെങ്കിൽ യത്നം വന്നു. അപ്പൊ അതുകൊണ്ട് ഐസ് ടോങ്സ് ഒരു 3-ാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിള് ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലായില്ലേ, ഏകദേശ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദ്യം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ കഴിയുന്ന ദൃഢദണ്ഡുകളെ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നു. ശരിയാണല്ലോ, കറക്റ്റ് ആണ്. എല്ലാ ലഘുയന്ത്രങ്ങളിലും ധാരം എന്നത് യത്നത്തിനും രോധത്തിനും ഇടയിലായിരിക്കണമെന്നില്ല. കറക്റ്റ് അല്ലേ? 1-ാം വർഗ ഉത്തോലകമാണെങ്കിൽ മാത്രമാണ് ധാരം നടുവിൽ വരുള്ളൂ, ബാക്കിയുള്ളത് മാറി മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആയിരിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. പാക്കുവെട്ടി, ചവണ, നാരങ്ങ ഞെക്കി എന്നിവ ഒരേ വർഗത്തിൽ പെടുന്നു. തെറ്റാണ്. അതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അതാണ് അവിടുത്തെ ഉത്തരം. പാക്കുവെട്ടിയും നാരങ്ങ ഞെക്കിയും 2-ാം വർഗ ഉത്തോലകത്തിലാണ് വരുന്നത്. എന്നാൽ ചവണ വരുന്നത് 3-ാം വർഗ ഉത്തോലകത്തിലാണ്. ചവണ എത്രാം വർഗ ഉത്തോലകത്തിലാണ് വരുന്നത്? 3-ാം വർഗ ഉത്തോലകമാണ് ചവണ. ചവണ, ഐസ് ടോങ്സ്, ചൂണ്ട മുതലായ സാധനങ്ങളെല്ലാം 3-ാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ്. ചവണ, ഐസ് ടോങ്സ്, ചൂണ്ട മുതലായ സാധനങ്ങൾ 3-ാം വർഗ ഉത്തോലകമാണ്. പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, നമ്മുടെ അടപ്പ്, കുപ്പിൻ്റെയൊക്കെ അടപ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഓപ്പണർ ഇല്ലേ, അതൊക്കെ എത്രാം വർഗം എന്ന് ചോദിച്ചാൽ 2-ാം വർഗമാണ്. പിന്നെ നമ്മുടെ കത്രിക, ത്രാസ്, പിന്നെ നമ്മുടെ കപ്പി ഇല്ലേ, കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പി, അതൊക്കെ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കും. നമ്മൾ ബലം കൊടുക്കുന്ന സ്ഥലം മാറ്റി ക്രമീകരിച്ച് നമുക്ക് ആ ചെയ്യുന്ന ജോലി കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് പറ്റും. അതൊന്ന് പഠിച്ചു വെക്കുക. ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. ഓക്കെ, അപ്പൊ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഉത്തോലകവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതേപോലെ കണക്ട് ചെയ്ത് ഒരു പോയിന്റ് പഠിക്കുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് മറ്റ് പല പോയിന്റുകളും കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ചെറിയൊരു സെഷനാണ്. ഈ ചെറിയ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലുള്ള മറ്റ് സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.